ഹായ് ഹലോ. ഇന്നത്തെ എൻ്റെ വീഡിയോ നൈറ്റി ബിസിനസ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. നൈറ്റി ബിസിനസ്സിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിരുന്നതിൽ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. എങ്ങനെയാണ് നമുക്കിത് സെയിൽ ചെയ്യാൻ പറ്റുക, മെറ്റീരിയൽ എവിടെ നിന്ന് എടുക്കണോ, അങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ ഒത്തിരി പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെല്ലാം എനിക്കറിയണ കാര്യങ്ങൾ, ഞാൻ ചെയ്തു വരുന്ന കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം നമുക്ക് മെറ്റീരിയലിൻ്റെ കാര്യങ്ങൾ നോക്കാം. മെറ്റീരിയൽ നമ്മളെപ്പോൾ മെറ്റീരിയൽ എടുക്കുകയാണെങ്കിലും നല്ല കോട്ടൺ മെറ്റീരിയൽ, ഇങ്ങനെ ചിലത് ചായ ഇളകണ മെറ്റീരിയൽസൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക, ചായ ഇളകാത്തതും പിന്നെ നല്ല കമ്പനി സാധനങ്ങൾ നോക്കി എടുക്കാൻ നോക്കുക. പിന്നെ അത് റണ്ണിങ് മെറ്റീരിയൽ നമ്മൾ ഈ ഫസ്റ്റ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളെപ്പോഴും ഈ 3 മീറ്റർ 3.25 മീറ്റർ അങ്ങനെയൊക്കെ നമുക്ക് ബിറ്റുകൾ മേടിക്കാൻ കിട്ടും, നൈറ്റി ബിറ്റ്. അതായിരിക്കും എപ്പോഴും നല്ലത്. റണ്ണിങ് മെറ്റീരിയൽ മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ പോവുകയാണെങ്കിലും ഒരു 20 മീറ്റർ ഒക്കെ ഒരുമിച്ച് മേടിക്കേണ്ടി വരും. അതാകുമ്പോൾ ഒരു കളർ തന്നെ നമ്മൾ ആകുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങനെ സെയിൽ ബുദ്ധിമുട്ടായിരിക്കും. ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നമുക്ക് ബൾക്കായിട്ട് കുറേ ഓർഡറുകളൊക്കെ കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല, റണ്ണിങ് മെറ്റീരിയൽ എടുക്കായിരിക്കും ലാഭം. ഇതിപ്പോൾ നമ്മൾ ഒരു ഷോപ്പിൽ ചെന്ന് ഹോൾസെയിലായിട്ടുള്ള ഷോപ്പുകളിൽ ചെന്നിട്ട് ഈ ബിറ്റുകൾ ഞങ്ങളിങ്ങനെ ഒരു 10 എണ്ണം ഒരുമിച്ച് എടുക്കാം, അപ്പോൾ നമുക്ക് എത്ര റേറ്റിന് തരാൻ പറ്റും, അതല്ല അപ്പോൾ അവർ പറയണേ 10 എണ്ണം എടുത്താൽ കുറവ് കിട്ടില്ല ചേച്ചിയെ, 15 എണ്ണം അങ്ങനെ 10 എണ്ണമൊക്കെ എടുത്താൽ മതി മാക്സിമം. 1 എണ്ണം 2 എണ്ണം 3 എണ്ണം ഒക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമുക്ക് റീറ്റെയിൽ വിലക്കായിരിക്കും അവർ തരിക. അപ്പോൾ ഹോൾസെയിൽ വിലയ്ക്ക് കിട്ടാനായിട്ട് നമ്മൾ മാക്സിമം ഒരു 10 നൈറ്റി ബിറ്റെങ്കിലും ഫസ്റ്റ് സ്റ്റാർട്ടിങ് എടുക്കുക. ആദ്യമായിട്ട് തുടങ്ങണവരുടെ കാര്യമാണ് പറയണത് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല കളറും നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലും നോക്കി ഒരു 10 ബിറ്റ് വീതം എടുത്തു കൊണ്ടുവരിക. എന്നിട്ട് പിന്നെ നമ്മൾ അതിൽ നല്ല നല്ല മോഡലുകൾ നോക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് നോക്കുക. അത്യാവശ്യം ഒരു 3 മോഡൽ 4 മോഡലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വേറെ വേറെ മോഡലുകൾ 3 തരം സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് പിന്നെ നമ്മളത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ റെഡിമെയ്ഡ് മേടിക്കുമ്പോൾ ലോങ് സ്റ്റിച്ചിട്ട് ഈ ഷോൾഡറൊക്കെ ഭയങ്കരമായിട്ട് ലൂസിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, എന്ന് വെച്ചാൽ മേടിക്കുന്ന ആൾക്കാരുടെ സൗകര്യം നോക്കിയിട്ട്. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ ഷോൾഡർ ഏകദേശം ഒരു മിനിമം ഒരു ഇതൊക്കെ വെച്ച് ചെയ്യാം. പിന്നെ അതുപോലെ ലോങ് സ്റ്റിച്ച് വല്ലാണ്ട് ലോങ് സ്റ്റിച്ച് അല്ലാണ്ട് ചെറിയ സ്റ്റിച്ച് ഇടുക. സ്റ്റിച്ച് കാണുമ്പോൾ ആൾക്കാർക്കൊരു വൃത്തി തോന്നാൻ പാകത്തിന് ചെറിയ സ്റ്റിച്ചും പെട്ടെന്ന് വിട്ടു പോകാണ്ടൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ തുണി എടുക്കാൻ പോകുമ്പോൾ തന്നെ അതിന് വേണ്ട കളർ നൂലുകൾ, പിന്നെ അതിൽ നമ്മൾക്ക് തയ്ച്ച് മറയ്ക്കാൻ വേണ്ട ലൈനിങ്, പിന്നെ ചിലർ സ്പോഞ്ചൊക്കെ വെച്ച് നമ്മൾ ഏത് മോഡലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട അത്യാവശ്യ സാധനങ്ങളും കൈയോടെ ഒരുമിച്ച് വാങ്ങി വയ്ക്കുക. എന്നിട്ട് വേണം നമ്മൾ സ്റ്റിച്ചിങ് ചെയ്യാനായിട്ട് കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ തുണി എടുത്തു, സ്റ്റിച്ച് ചെയ്തു. ഇനി നമുക്കതെങ്ങനെ സെയിൽ ചെയ്യാം എന്നുള്ളതാണ് അടുത്തത്. സെയിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ വാട്സപ്പ് വഴി നമ്മുടെ ഫ്രണ്ട്സുകളുടെയൊക്കെ ഒരു കോണ്ടാക്ട് നമ്പർ വെച്ച് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതേ കൂടെ വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസുകളിട്ട് നമുക്ക് ചെയ്യാം, സെയിൽ ഫോട്ടോസുകളൊക്കെ ഇട്ട് നമുക്ക് അങ്ങനെ സെയിൽ ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്ത് താമസിക്കുന്നവരോടൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നൈറ്റിയുടെ ബിസിനസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വന്ന് നോക്കി അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ 3 മോഡൽ ഒക്കെ ഒരു കുറച്ച് നമുക്കറിയണ കുറച്ച് മോഡലുകൾ തയ്ച്ചിട്ട് ഷോപ്പുകളിൽ ചെന്നിങ്ങനെ മോഡൽസ് കാണിക്കാൻ നമ്മളിങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റിച്ചിങ് ആണ്, അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഓർഡർ തരികയാണെങ്കിൽ തയ്ച്ചു കൊണ്ട് തരാം എന്നൊക്കെ പറയുമ്പോൾ കടകളിലാവുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആദ്യം നമ്മളോട് കൊണ്ടുവയ്ക്കാൻ പറയും. നമുക്ക് നൈറ്റി ചിലവായതിന് ശേഷമായിരിക്കും ഷോപ്പുകാർ പൈസ തരുന്നതും അടുത്ത ഓർഡർ തരുന്നതും അങ്ങനെയായിരിക്കും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങനെ വാരി വലിച്ച് ഓർഡറും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതൊക്കെ നല്ല ക്ഷമയോട് കൂടി നമ്മൾ നോക്കണം. അപ്പോൾ ഷോപ്പിൽ കൊടുക്കണതിൻ്റെ ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഒക്കെ സെയിൽ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഷോപ്പിൻ്റെ കാര്യങ്ങളും കൂടി നോക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ പോവും. പിന്നെ അതുപോലെ നമുക്ക് അതൊന്നും പറ്റണില്ല എന്നുണ്ടെങ്കിൽ തുണി എടുക്കാനുള്ള മാർഗം പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഷോപ്പുകാർ നമ്മൾ ചെന്ന് സംസാരിക്കുമ്പോൾ അവർ ഇങ്ങനെ തുണി നമുക്ക് മെറ്റീരിയൽ ആദ്യം തരാം,
സ്റ്റിച്ചിങ് ചാർജ് മാത്രം പറയാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ കുറേ തയ്ച്ചിട്ടുണ്ട് കേട്ടോ. ഷോപ്പിൽ നിന്ന് മെറ്റീരിയൽ എടുത്ത് മെറ്റീരിയൽ അവർ തന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് ആ സ്റ്റിച്ചിങ്ങിൻ്റെ പൈസയാണ് ഒരു നൂലിനും നമുക്ക് വേണ്ട പൈസ നമുക്ക് എത്ര വരും ഏകദേശം കണക്ക് കൂട്ടി നൂലിൻ്റെ കറണ്ട് ബില്ല് പിന്നെ അതിന് വേണ്ട എല്ലാ സാധനങ്ങളുടെ റേറ്റും കൂട്ടിയിട്ട് നമ്മൾ അത്ര കൂടുതലൊന്നും നമുക്ക് കിട്ടില്ല. ഷോപ്പിലേക്ക് ആകുമ്പോൾ അവർ ഒരുപാട് തുണികൾ 100 പീസ് 50 പീസ് 100 പീസൊക്കെ തരും നമുക്ക്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നതായതുകൊണ്ട് നല്ലോണം സെയിലുണ്ടാവും. അപ്പോൾ കൂടുതൽ നമുക്ക് സോഷ്യൽ മീഡിയ വഴി ഇങ്ങനെ സെയിൽ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് കാശ് ഷോപ്പിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്കറിയണ കാര്യങ്ങൾ. പിന്നെ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കുക. അപ്പോൾ ഞാൻ എനിക്കറിയണതാണെങ്കിൽ ഞാൻ മറുപടി പറയാം. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം.